മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ സ്വരാജ് പരാജയപ്പെട്ടത് കേരള നിയമസഭയ്ക്കൊരു വലിയ നഷ്ടമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം 2018 മുതൽ 2021 വരെ നിയമസഭാംഗമായി ഞാൻ പ്രവർത്തിച്ചാണ്. ഞങ്ങളുടെ ടീമിലെ ഏറ്റവും മികച്ച പാർലമെൻറ്ററിയാണ്. പ്രഭാഷകൻ മാത്രമല്ല, സംഘാടകൻ മാത്രമല്ല, മികച്ച അഡ്മിനിസ്ട്രേറ്റർ, ഭരണാധികാരിയായിരുന്നു. ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ അസാധ്യമായ വികസനം ഈ സ്വരാജിൻ്റെ 5 വർഷം വലിയ തരത്തിൽ ഡെവലപ്പ് ചെയ്തു. UDFിൻ്റെ ഒരു മണ്ഡലം എന്നുള്ള നിലയിലാണ് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വന്ന ഒരു പരാജയമായിട്ട് ഞങ്ങളതിനെ കാണും. പക്ഷേ ആ വലിയ LDF വിജയത്തിൻ്റെ കൂടെ സ്വരാജ് ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം, പ്രയാസം നിയമസഭയിലുണ്ട്. കാരണം ഈ കഴിഞ്ഞ 4 വർഷത്തെ നിയമസഭാ പ്രവർത്തനത്തിൽ സ്വരാജിൻ്റെ അസാന്നിധ്യം പലപ്പോഴും ഞങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ അത്ര മികച്ചൊരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹം തീർച്ചയായിട്ടും നിയമസഭയിൽ ജയിച്ചു വരണം. 1. 2, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, പ്രത്യേകിച്ച് 1ഉം 2ഉം പിണറായി ഗവൺമെൻറ് 9 വർഷം കഴിഞ്ഞാണ് ഈ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ ആ മണ്ഡലത്തിൽ മുന്നോട്ട് നടപ്പാക്കി വരികയാണ്. അവിടെ ഞങ്ങൾ നവകേരള സദസ്സുമായി ചെന്നപ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കിയത് 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനം ആ മണ്ഡലം തുടങ്ങി വെച്ചിട്ടുണ്ട്. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ ഒരാൾ ജയിച്ചു വരണം. കാരണം ഇടതുപക്ഷത്തിൻ്റെ കരുത്തിനും ശക്തിയിലുമാണ്, ആ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൊടുത്ത സഹായങ്ങളും ആ വികസനവും. അപ്പോൾ ഇടതുപക്ഷമല്ലാത്ത ഒരാൾ ജയിച്ചു വരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് വിജയിച്ചാൽ ഈ 1 വർഷം കൊണ്ട് എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല തരത്തിൽ അത് പൂർത്തീകരിച്ച് നമുക്ക് ജനങ്ങൾക്ക് കൊടുത്ത പ്രതീക്ഷകൾ നമുക്ക് നിറവേറ്റാൻ കഴിയും. 3, രാഷ്ട്രീയ മത്സരമാണ്. ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണത്. ഒരു 3ാം ഗവൺമെൻറ്റിൻ്റെ തുടക്കം ഈ നിലമ്പൂരിൽ കുറിക്കും. ആ രാഷ്ട്രീയ മത്സരത്തിന് ഒരു രാഷ്ട്രീയ നേതൃത്വം മത്സരിക്കണമെന്നുള്ളതാണ് CPM കണ്ടത്. കേരളത്തിലെ പാർട്ടിയുടെ ഇന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖനായ ചെറുപ്പക്കാരൻ എല്ലാം കൊണ്ടും നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന പാർട്ടിയുടെ ഉന്നതനായ നേതാവ്. അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. എല്ലാ തെറ്റായ ചിന്താഗതികളെയും അതിജീവിച്ച് ഒരു നവകേരളം സൃഷ്ടിക്കുക, കേരളത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും നിലനിർത്തിക്കൊണ്ട് 9 വർഷം കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണോ ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്നത്, അതേ അവസ്ഥയിൽ ഭാവി കേരളത്തെ സൃഷ്ടിക്കാനും നവകേരളം സൃഷ്ടിക്കാനും വികസനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കാനും വേണ്ടി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് സർവ്വശക്തി സമാഹരിച്ചുകൊണ്ട് നിലമ്പൂരിൽ മത്സരിക്കും. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിലൂടെ ജയിക്കും. ഈ അൻവറിന്റെ സാന്നിധ്യത്തെ എങ്ങനെയാണ്? അൻവർ ഇപ്പോൾ UDFിലേക്ക് പിന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ്. അത് പുകഞ്ഞ കൊള്ളിയല്ലേ, അത് ആ പുകഞ്ഞ കൊള്ളി പുറത്തു പോയല്ലേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെട്ടിട്ടോ നമ്മൾ സന്തോഷിച്ചിട്ടോ കാര്യമില്ല. അതൊന്നും ഈ തെരഞ്ഞെടുപ്പ് ഒരു ബാധകമേ അല്ല. അതൊന്നും തെരഞ്ഞെടുപ്പ് ഒരു ബാധകമല്ല. അതൊക്കെ പോയി അവസരവാദപരമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക, അഭിപ്രായങ്ങൾക്ക് വിലയില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തന്നെ പുച്ഛിക്കും, ജനങ്ങൾ പുറത്തായി കഴിഞ്ഞിരിക്കും. അത്തരം കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ UDFിനെയും BJPയെയും നേരിടാനുള്ള ശക്തി ഇടതുപക്ഷത്തിനാണ്. ഞങ്ങൾ 9 വർഷമായി ഭരിക്കുന്നു. ആ ഭരണം കേരള ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അടുത്ത ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ തയ്യാറാകുന്നു. ആ തയ്യാറാകുന്ന ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ മത്സരം തന്നെ കേരളത്തിൽ ഞങ്ങൾ നടത്തുകയാണ്. ഒരു സന്നിഗ്ധാവസ്ഥയില്ല. മികച്ച വിജയത്തോടുകൂടി അവിടെ ഞങ്ങൾ വിജയിച്ചു വരും. 3ാം LDF ഗവൺമെൻറ്റിൻ്റെ തുടക്കം ഇവിടുന്ന് കുറിക്കും.